പിതാവിന്റെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് Deliver us, Lord, from all evil. എന്താ സ്വർഗസ്ഥനായ പിതാവിന്റെ ആദ്യം പ്രാർത്ഥിക്കുന്നത്? അങ്ങയുടെ രാജ്യം വരണമേ. Thy kingdom come. Thy kingdom come. അപ്പോ ദൈവരാജ്യം നമ്മളിൽ വരട്ടെ. എന്താ ദൈവരാജ്യം? ദൈവരാജ്യം ശക്തിയാണ്. അന്ധകാരത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദൈവരാജ്യം. അതിന്റെ അവസാനം ഡെലിവർ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. ഞാൻ അവര് അപ്പനെ അമ്മയും കൈപിടിച്ചിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പൂർണ്ണബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം യേശുവിന്റെ നാമത്തിൽ ഈ മകനിലുള്ള ഭയത്തിന്റെ അരൂപി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഇത് അവൻ അവിടെ ഓടി വരികയാണ്. കട്ടിലിന്റെ അടിയിൽ നിന്നവൻ. ഇങ്ങനെ നമ്മളുടെ വീട്ടിലും നമ്മുടെ ആളുകളിലും എല്ലാം പലതരത്തിലുള്ള അശുദ്ധാരൂപി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ നിന്നെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ തന്നെ ചില സമയത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പിശാച് കുരയ്ക്ക് കയറി പിടിക്കാറുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ആർക്ക് അങ്ങനെ അനുഭവമായിട്ടുണ്ട്? ആരുമില്ല ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആരെങ്കിലും അവനെ ഒഴിപ്പിക്കാൻ അന്വേഷിച്ച് നടന്നോ, അതോ യേശുവിന്റെ നാമത്തിൽ പോടാന്ന് പറഞ്ഞു വിട്ടോ? ഇല്ലേ? നമ്മളവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ യേശുവിന്റെ നാമത്തിൽ പോ ദൂരെ. പിശാച് പോയി. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ സമയത്ത് ആരെങ്കിലും ഇത് അന്വേഷിക്കാൻ പറ്റുമോ? പിശാച് ബാധനെ ഒഴിവാക്കണ ആൾക്കാരെ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളിൽ തന്നെ നമ്മുടെ മാമോദീസായിൽ നൽകപ്പെട്ടിരിക്കുന്ന വരമാണിത്. എന്തിനാ? ഏത് സമയത്തും ഏതെങ്കിലും അന്ധകാര ശക്തി നമ്മളെ ആക്രമിക്കാനോ നമ്മളെ ബലപ്പെടുത്താനോ നിർവീര്യമാക്കാനോ ശ്രമിച്ചാൽ നമ്മളുടെ വിശ്വാസത്തിന്റെ ശക്തിയിലൂടെ യേശുവിന്റെ നാമത്തിൽ നിമിഷം പോകാം. എനിക്ക് എന്നിൽ യാതൊരു അധികാരമില്ല. ഞാൻ മാമോദീസ സ്വീകരിച്ച് യേശുവിന്റെ മുദ്ര കുത്തപ്പെട്ട വ്യക്തിയാണ്. യേശുവിന്റെ ആത്മാവിനാൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു, ജീവന്റെ അടയാളത്താൽ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നിനും എന്നെ തൊടാൻ പറ്റില്ല. If God is for us, who can be against us? അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഒരു ലോഞ്ചിങ് പാഡ്, നമ്മൾ ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ? ഇപ്പൊ റോക്കറ്റ് ലോഞ്ച് ചെയ്യില്ലേ? സാറ്റലൈറ്റിനൊക്കെ പൊക്കാനുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താ? ഒരു ലോഞ്ചിങ് പാഡ്. ആ ലോഞ്ചിങ് പാഡ് എങ്ങനെയായിരിക്കണം? അതുപോലെ ചെളിയിലാണോ? അതൊരു വളരെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫൗണ്ടേഷനാണ് അതിന് വേണ്ടത്. ഭയങ്കര ശക്തമായ ഒരു ഫൗണ്ടേഷൻ, കോൺക്രീറ്റിന്റെ ഏറ്റവും റിച്ച് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി പൈലടിച്ച് ഒരു ഏരിയ മുഴുവനും വലിയ ശക്തമായ ഒരു ഫൗണ്ടേഷൻ. അതാണ് നമ്മൾ വരദാനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത്. നമ്മളുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ ഉറപ്പുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റേയാള് കുരിശും കൊണ്ട് വയലിൽ തല്ലി കയറ്റിക്കൊണ്ട് പിശാചിനെ ഒഴിവാക്കാൻ പോയി നടന്ന സംഭവമാണ് ഇതെല്ലാം. അതാണ് വരദാനങ്ങൾ ഉപയോഗിക്കുന്നതിനുണ്ടാകേണ്ട ചില പഠനങ്ങളിൽ ഒന്ന്, വിശ്വാസത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദൈവത്തിന്റെ ശക്തിയും അശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ വ്യത്യാസം. ഇത് അറിയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ? ഇല്ലേ? ഞാൻ ആ റിന്യൂവൽ ഫയർ എന്നുള്ള ശാലോമിൽ കൊടുത്ത ടോക്കുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് 1-2 പേര് എനിക്ക് ഇമെയിൽ അയച്ചു. എൻ്റെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. ഇത്ര നാൾ പിശാചിനെ ഭയമായിരുന്നു, ഇപ്പൊ പിശാചിനെ ഭയമില്ല. പിശാചിനെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല. പിശാചിനെ ഭയപ്പെടുകയാണെങ്കിൽ ഭയം എന്നുള്ളത് ഇല്ല നമ്മൾക്ക്. അതാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്.
ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നിന്നെ ഒരു ശക്തിക്കും തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കൊച്ചുമകൻ അവിടെ വരാന്തയിൽ കളിക്കുമ്പോൾ ഒരു പട്ടി ഓടി വന്ന് അവനെ ആക്രമിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പട്ടിക്ക് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുമോ അതെ അവനെ വാരി കയ്യിലെടുക്കുമോ? ഇല്ലേ? അപ്പൊ എന്ന പോലെയാണ് ദൈവം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. സങ്കീർത്തനം 34 പറയുന്നത് ദൈവം ദൂതന്മാരെ നമ്മൾക്ക് ചുറ്റും കൂടാരമടിച്ച് സംരക്ഷിക്കുന്നു. നമ്മളെ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കൂടാരമടിച്ച് സംരക്ഷിക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ സൃഷ്ടാവ് മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചവനെ എല്ലാം സംരക്ഷിക്കുന്നവൻ കൂടിയാണ് ദൈവം. അപ്പൊ നമ്മളുടെ ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പിശാചിന്റെ പ്രവർത്തനമുണ്ട്, അതിനാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ആ പ്രവർത്തനമുള്ള സ്ഥലത്തേക്ക് നീ പോണം. അതിനെ കണ്ട് പേടിക്കാനല്ല, മറിച്ച് അതിനെ നീ അവിടെ ചെല്ലുമ്പോഴേക്കും പിശാച് പോകും. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസിയെ കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റും പിശാചിനെ ബഹിഷ്കരിക്കാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ എല്ലാവർക്കും ഉള്ള ഒരു വരവാണ്. അതാണ് വിശ്വസിക്കുന്നവനിൽ ഈ അടയാളം ഉണ്ടാകുമെന്നുകൊണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ. ഇത് ഏതായാലും നമ്മൾക്ക് ഉള്ള വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ദൈവിക വീര്യത്തിന്റെ അളവനുസരിച്ചുള്ള പിശാചുക്കളെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുള്ളൂ, ഇല്ലേ? ദൈവത്തിന് അറിയാം ഇവരുടെ അടുത്ത് ഏത് പിശാചുക്കളെ അയക്കണം. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, ഇവിടെ UK വെച്ചുണ്ടായ ഒരു സംഭവം. ഞാനിങ്ങനെ രാവിലെ മുതൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ഈശോ പറയുകയാണ്, ഒരു ദിവസം എൻ്റെ സന്നിധിയിൽ 1000 സംവത്സരങ്ങൾ പോലെയാണ്. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ് ഇതില്ലേ. പക്ഷേ ഈശോ വീണ്ടും പറയുകയാണ്, എൻ്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ സന്നിധി. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നീ ഒരു ദിവസം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് 1000 വർഷങ്ങൾക്ക് തുല്യമായ ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. എനിക്ക് ഭയങ്കര ഒരു അഭിഷേകമാണ് പറയുന്നത്. ഞാൻ അപ്പോൾ ഒരു അച്ഛൻ്റെ ചാപ്പലാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഞാൻ ഇന്ന് രാത്രി പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് 24 മണിക്കൂർ കൂടി ഇരുന്ന് കംപ്ലീറ്റ് ആക്കാനാണ് ഈശോ പറയുന്നത്. കാരണം എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരം. പുള്ളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ ഇരുന്നോ. രാത്രി ഒരു പാതിരി ആയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കെല്ലാം നമ്മൾ ദർശനത്തിൽ കാണും പാമ്പ്, പഴുതാര, തേള്, ഇല്ലേ? എന്നിട്ട് നമ്മൾ അതിനെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് നിർവീര്യമാക്കും. പക്ഷേ ഇപ്പൊ ഞാൻ കാണുന്നത്, കുറെ നേരം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാതിരാത്രി കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് വലിയ കണ്ടാമൃതവും കരടിയും സിംഹവും എല്ലാം അലറി വരുന്ന ദർശനം. പറയാണ്, കണ്ടോ, ഇവരെ നീ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാലും നിനക്ക് ഇവരെ നിർവീര്യമാക്കാനുള്ള ശക്തി കിട്ടില്ല. അതുകൊണ്ടാണ് നീ 24 മണിക്കൂറും ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ശക്തി കൊണ്ട് ഇവരെ ഷൂട്ട് ഔട്ട് ചെയ്യണം. പിന്നെ ഭയങ്കര യുദ്ധമായി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഇവരെല്ലാം കീഴടക്കപ്പെടുന്ന ഒരു വലിയ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന കണ്ടോ, വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടോ? നിങ്ങളൊരു ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് കൂടിയല്ലേ, ഇല്ലേ? അപ്പൊ വരദാനങ്ങൾ ഉപയോഗിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ അന്ധകാര ശക്തികളെ നമ്മൾക്ക് വെളിപ്പെടുത്തുകയും ആ ഓരോ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കുന്നതിന് എന്തോരം ദൈവിക ശക്തി ആവശ്യമുണ്ടോ അത് നമ്മളോട് പറഞ്ഞു തരും.
അതുകൊണ്ട് അത് അങ്ങനെ അപ്പൊ ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ. അന്ധകാര ശക്തികളുടെ നേരെ കയറിയിട്ട് നമ്മൾ വിചാരിക്കണം അതിനെങ്ങനെ നിർവീര്യമാക്കാൻ പറ്റും, എന്ത് ചെയ്യണം. മറ്റു വരദാനങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, സന്ദേശങ്ങളിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ് അത് ഇന്ന അശുദ്ധാരൂപിയാണ്, അതിനെ നിർവീര്യമാക്കാൻ ഇന്ന പ്രാർത്ഥനകൾ വേണം, നീ കുറച്ച് സമയം ഉപവസിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇത്ര മണിക്കൂർ ആദ്യം പ്രാർത്ഥിച്ചിട്ട് നീ അതിനെതിരായിട്ട് പടപൊരുത്തുക. അല്ലെങ്കിൽ പറയും ഇത് നീ പ്രാർത്ഥിച്ചാൽ പോരാ, ഇതൊരു വൈദികനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഉണ്ടായിട്ട് ഇത് വൈദികൻ പ്രാർത്ഥിച്ചാലും പോരാ, ഇതൊരു ബിഷപ്പിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ അതെല്ലാം ആ അന്ധകാര ശക്തികളിലും ഇങ്ങനെ ബിഷപ്പ്, കർദിനാളുമാരിയുള്ള കേഡറുകളുണ്ട് അന്ധകാര ശക്തികളുടെ ഇടയിൽ. അതാണ് എഫേസോസുകാർക്ക് ലേഖനത്തിൽ പറയുന്നത്, അന്ധകാര ശക്തികളുടെ അധിപന്മാരും പ്രഭുക്കന്മാരും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും, അങ്ങനെ പല കേഡറുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കർത്താവ് കൂടുതൽ, പരിശുദ്ധാത്മാവ് കൂടുതൽ പഠിപ്പിക്കലും അറിവും തന്നു കഴിയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ അതനുസരിച്ച് ദൈവിക ശക്തി കൊണ്ട് നിറയുമ്പോ, നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോ കതിനയുടെ വെടിവെക്കണമെന്നുണ്ടെങ്കിൽ, കതിനെ വെടി പൊട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കതിനയിൽ മരുന്ന് നിറയ്ക്കണം. മരുന്ന് നിറയ്ക്കാണ്ട് കതിനെ പെട്ടു. എന്നപോലെ ഡെലിവറൻസ് നടത്തണമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടണമെങ്കിൽ അതിനു വേണ്ട നിറവ് ആദ്യം നമ്മൾ വാങ്ങണം. അതിനുശേഷം അപ്പൊ ഉടനെ അർജന്റായിട്ട് ഓടിച്ചാടി അതിനെ കമാൻഡ് ചെയ്യണതിന് പകരം അന്ധകാരത്തിനെ അകറ്റുന്നതിന് എന്ത് ദൈവിക ശക്തിയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നിറഞ്ഞിട്ട് അതുപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതൊഴിയും, അല്ലെങ്കിൽ അത് പോകും. അപ്പോൾ ഇത് വരദാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് നമ്മൾ പറയുകയാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, യേശുവേ സ്തോത്രം, കുറിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, വരദാനങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഓ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. വരദാനങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. അവിടെ മ്യൂസിക് കൊടുത്ത് പാടുന്നുണ്ടോ? ഓക്കെ, പഠിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,